ആരാണ് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി അതിഷി? കന്നി MLA-യും മന്ത്രിസ്ഥാനത്ത് 1.5 വർഷവും മാത്രം പരിചയമുള്ള 43-കാരി. 45-ാം വയസ്സിൽ മുഖ്യമന്ത്രിയായ കെജ്രിവാളിനേക്കാൾ 2 വയസ്സിന് മുമ്പ് മുഖ്യമന്ത്രി കസേരയിലെത്തിക്കുന്ന ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി. 3/4 നൂറ്റാണ്ട് നീളുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ അത്യത്ഭുതം സൃഷ്ടിച്ച തുടർച്ചയായി 3 തവണ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ അതിഷിയെ തെരഞ്ഞെടുത്തെങ്കിൽ അതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ജനനം 1981 ജൂൺ 8. ഇപ്പോൾ 43 വയസ്സ്. ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർ വിജയ് സിംഗ് തോമറിൻ്റെയും തൃപ്ത വാഹിയുടെയും മകൾ. ഡൽഹി സ്പ്രിംഗ് ഡേൽസിൽ സ്കൂൾ വിദ്യാഭ്യാസം. ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസിൽ നിന്നും 1-ാം റാങ്കോടെ ചരിത്രത്തിൽ ബിരുദം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്തര ബിരുദം. പേരിലുമുണ്ട് കൗതുകം. അതിഷി മർലേന എന്നായിരുന്നു അച്ഛനമ്മമാർ നൽകിയ പേര്. കാൾ മാക്സ്, വ്ളാഡിമിർ ലെനിൻ എന്നീ പേരുകൾ ചേർത്താണ് മർലേന എന്ന പേര് കൂട്ടിച്ചേർത്തത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയപ്പോൾ മർലേന എന്ന പേര് വിദേശിയുടേതാണെന്ന് BJPയും മാർക്സിസ്റ്റുകാരെയാണെന്ന് കോൺഗ്രസും പ്രചരിപ്പിച്ചതോടെയാണ് മർലേന പേരിൽ നിന്നും ഉപേക്ഷിച്ച് അതിഷി മാത്രമാക്കി ചുരുക്കിയത്. അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിക്ക് രൂപം നൽകിയ 2012 നവംബർ 26 മുതൽ ആപ്പിൻ്റെ സജീവ പ്രവർത്തകയാണ്. ഓക്സ്ഫോർഡിൽ നിന്നും നാട്ടിലെത്തി ആദ്യം സന്നദ്ധ പ്രവർത്തകയായി. ഒപ്പം ഉത്തർപ്രദേശിൽ വിദ്യാഭ്യാസ മേഖലയിലും പ്രവർത്തിച്ചു. പിന്നാലെയാണ് തൻ്റെ ആശയങ്ങളോട് പൂർണ്ണമായും യോജിക്കുന്ന ആം ആദ്മി പാർട്ടിക്കൊപ്പം ചേർന്നത്. കെജ്രിവാളിനൊപ്പം ആം ആദ്മി പാർട്ടിക്ക് രൂപം നൽകിയ പ്രശാന്ത് ഭൂഷണാണ് അതിഷിയെ ആപ്പിലെത്തിച്ചത്. 2015 മധ്യപ്രദേശിലെ ജൽ സത്യാഗ്രഹ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു ആദ്യ മത്സരം. ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിലായിരുന്നു മത്സരം. BJPയിലെ ഗൗതം ഗംഭീർ 4.77 ലക്ഷം വോട്ടിന് വിജയിച്ചപ്പോൾ അതിഷി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 2020 കൽക്കാജി മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിച്ചു. BJPയിലെ ധരംബീറിനെ പരാജയപ്പെടുത്തി MLA ആയി. ഇതിനു മുമ്പ് 2015 കെജ്രിവാൾ സർക്കാരിൽ നിർണായക ചുമതലകൾ അതിഷി വഹിച്ചിരുന്നു. ഡൽഹിയിലെ സാധാരണക്കാരുടെ മക്കൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കിയ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മനീഷ് സിസോദിയയുടെ ഉപദേശകരുടെ റോളിൽ തിളങ്ങിയത് അതിഷിയായിരുന്നു. ഇതാണ് സാധാരണക്കാർക്കിടയിലെ ഹീറോ ആക്കി അതിഷിയെ മാറ്റിയത്. അതോടെ പാർട്ടിയുടെ പ്രധാന നേതാവായി മാറിയ അതിഷി പാർട്ടി വക്താവ് എന്ന നിലയിൽ മാധ്യമങ്ങളിലെ നിരന്തര സാന്നിധ്യവുമായി. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെയും സത്യേന്ദ്ര ജെയിനിൻ്റെയും അറസ്റ്റിനു പിന്നാലെയാണ് 2023 മാർച്ച് 9 അതിഷിയും സൗരവ് ഭരദ്വാജും കെജ്രിവാൾ മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, ടൂറിസം, സാംസ്കാരികം എന്നീ സുപ്രധാന വകുപ്പുകളുടെ ചുമതലയും ലഭിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനവും. എന്തുകൊണ്ട് അതിഷി എന്ന ചോദ്യത്തിൻ്റെ ആദ്യ ഉത്തരം ഡൽഹിയിലെ സാധാരണക്കാരും ഇടത്തരക്കാരുമായ മഹാഭൂരിപക്ഷം വരുന്നവരുടെ മക്കൾക്ക് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിൽ സിസോദിയയ്ക്കൊപ്പം നിന്ന വിദ്യാഭ്യാസ പ്രവർത്തക എന്ന പ്രതിച്ഛായയുടെ ശക്തിയാണ്. ഇത് രാഷ്ട്രീയത്തിൽ എത്രമേൽ സ്വാധീനിക്കുമെന്ന് നന്നായി അറിയുന്ന ആളാണ് കെജ്രിവാളിന് എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ. രാജ്യത്തെ ഏറ്റവും മികച്ച സ്കൂളുകളുള്ള നാടാണ് ഡൽഹി. പക്ഷേ ഇതെല്ലാം സ്വകാര്യ മേഖലയിൽ മാത്രമായിരുന്നു. ഡൽഹിയിലെ സർക്കാർ സ്കൂളുകളുടെ സ്ഥിതി ഉത്തർപ്രദേശിലെ ഗ്രാമീണ സ്കൂളുകളേക്കാൾ പരിതാപകരവുമായിരുന്നു. സമ്പത്തുള്ള അച്ഛനമ്മമാരുടെ മക്കളായി ജനിച്ചാൽ ഡൽഹിയിൽ മികച്ച വിദ്യാഭ്യാസം കിട്ടും. എന്നാൽ സാധാരണക്കാരുടെയോ അല്ലെങ്കിൽ ദരിദ്രരുടെയോ മക്കളായി ജനിക്കുന്നെങ്കിൽ അവർക്ക് സർക്കാർ വിദ്യാലയങ്ങൾ മാത്രമായിരുന്നു ആശ്രയം. അവിടെ നിലവാരമില്ല എന്ന് മാത്രമല്ല, സാമാന്യ വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത അവസ്ഥയുമായിരുന്നു. ഇതിന് മാറ്റം വരുത്തി സ്വകാര്യ സ്കൂളുകളെ വെല്ലുന്ന രീതിയിലേക്ക് ഡൽഹിയിലെ സർക്കാർ സ്കൂളുകളുടെ വിദ്യാഭ്യാസ നിലവാരം മാറ്റിയതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നവരാണ് സ്കൂൾ പ്രായത്തിലുള്ള മക്കളുള്ള എല്ലാ രക്ഷാകർത്താക്കളും. ആം ആദ്മി പാർട്ടിയിൽ രണ്ടാമനായ മനീഷ് സിസോദിയയുടെ അറസ്റ്റിലൂടെ പാർട്ടി അകപ്പെട്ട കടുത്ത പ്രതിസന്ധിക്ക് കെജ്രിവാൾ കണ്ടെത്തിയ ഉത്തരം കൂടിയായിരുന്നു അതിഷി എന്ന നന്നായി സംസാരിക്കുന്ന, രാഷ്ട്രീയം കൃത്യമായി പറയുന്ന യുവ നേതാവ്. കെജ്രിവാൾ സർക്കാരിൻ്റെ വികസന നേട്ടം ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടതും അതിഷിയായിരുന്നു. കെജ്രിവാൾ ജയിലിലായ ഘട്ടത്തിൽ കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ
മുഖ്യമന്ത്രിക്ക് പകരം ആര് പതാക ഉയർത്തും എന്ന ചോദ്യത്തിന് കെജ്രിവാൾ നൽകിയ ഉത്തരവും അതിഷി എന്നായിരുന്നു. ഡൽഹി സംസ്ഥാനം രൂപം കൊണ്ട ശേഷമുള്ള 6ാമത്തെ മുഖ്യമന്ത്രിയും 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയുമാണ് അതിഷി. ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1993 അധികാരം നേടിയ BJP സർക്കാരിൽ മദൻലാൽ ഖുറാനയ്ക്കും സാഹിബ് സിംഗ് വർമ്മയ്ക്കും ശേഷം അവസാന കാലത്ത് 52 ദിവസം മുഖ്യമന്ത്രിയായ സുഷമ സ്വരാജ്. പിന്നീട് 3 തവണ തുടർച്ചയായി ഡൽഹി ഭരിച്ച കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്. ഇരുവർക്കും ശേഷം ഇപ്പോൾ വനിതാ മുഖ്യമന്ത്രിയായി അതിഷി.